ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഗവൺമെൻറ് ആശുപത്രികളിൽ വന്നിരിക്കുന്ന ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. ക്യാഷ്യർ, അക്കൗണ്ടൻറ്റ്, ഡ്രൈവർ, ടെക്നീഷ്യൻ തുടങ്ങി വിവിധ തസ്തികകളിലായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയൊന്നുമില്ലാതെ ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം നടത്തുന്നത്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തിരുവനന്തപുരത്ത് വന്നിരിക്കുന്ന ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. ആദ്യം ഡ്രൈവർ പോസ്റ്റിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ ലൈറ്റ് ആൻഡ് ഹെവി ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. കൂടാതെ മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിൽ 5 വർഷത്തെ പരിചയവും അതിലേതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പബ്ലിക് സർവീസ് ബാഡ്ജ് ഉപയോഗിച്ച് ഹെവി പാസഞ്ചർ അല്ലെങ്കിൽ ഗുഡ്സ് കാരിയർ ഓടിക്കുന്നതിൽ 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും ഉള്ളവർക്ക് ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ടോട്ടൽ 10 വേക്കൻസിയാണുള്ളത്. ജനറൽ കാൻഡിഡേറ്റ്സിന് 6, OBC 2, SC 1, EWS 1. താൽക്കാലിക നിയമനമാണിത്. പരമാവധി 179 ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സാണ്. 1/11/2021 30 വയസ്സ് പൂർത്തിയായവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. ഇതിൻ്റെ സാലറി ലഭിക്കുന്നത് 17,300 രൂപയാണ്. മോഡ് ഓഫ് സെലക്ഷൻ വരുന്നത് റിട്ടേൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റുമാണ് ഉണ്ടാവുക. ഇൻ്റർവ്യൂ വഴിയാണ് സെലക്ഷൻ നടത്തുന്നത്. ഇൻ്റർവ്യൂ നടക്കുന്നത് 18/11/2021 രാവിലെ 10:30 മുതലാണ്. റിപ്പോർട്ട് ചെയ്യേണ്ട സമയം രാവിലെ 9 മണിക്കാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ലൈസൻസ് ഉൾപ്പെടെയുള്ള രേഖകളുമായിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം അച്യുതമേനോൻ സെൻറ്റർ ഫോർ ഹെൽത്ത് സയൻസ് സ്റ്റഡീസ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് തിരുവനന്തപുരം. അടുത്തത് ടെക്നീഷ്യൻ CSR പോസ്റ്റാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ, മെഡിക്കൽ, ഇലക്ട്രോണിക്സിലുള്ള ITI സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. കൂടാതെ മിനിമം 100 ബെഡുള്ള ഹോസ്പിറ്റലിൽ സ്റ്റെറിലൈസേഷൻ വർക്ക് ചെയ്തിട്ടുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഇതും താൽക്കാലിക നിയമനമാണ്. പരമാവധി 179 ദിവസത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ 2 വേക്കൻസിയാണുള്ളത്. ജനറൽ കാൻഡിഡേറ്റ്സിനാണ് ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ഇതിൻ്റെ സാലറി ലഭിക്കുന്നത് 19,000 രൂപയാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സ് വരെയാണ്. ഇൻ്റർവ്യൂ വഴിയാണ് സെലക്ഷൻ നടത്തുന്നത്. മോഡ് ഓഫ് സെലക്ഷൻ വരുന്നത് റിട്ടേൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റുമാണ് ഉണ്ടാവുക. ഇൻ്റർവ്യൂ നടക്കുന്നത് 12/11/2021 രാവിലെ 10:30 മുതലാണ്. റിപ്പോർട്ട് ചെയ്യേണ്ട സമയം 9 മണിക്കാണ്. അപ്പോൾ ഇൻ്റർവ്യൂ സമയത്ത് ബയോഡേറ്റയും ഏജ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും അറ്റസ്റ്റഡ് കോപ്പീസും നിങ്ങൾ കൊണ്ടുപോവേണ്ടതാണ്. അടുത്തത് ടെക്നീഷ്യൻ MRSC പോസ്റ്റാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ MRSCയിലുള്ള ITI ട്രേഡ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സെൻട്രൽ AC പ്ലാന്റ്സ് ആൻഡ് അലൈഡ് ഇൻസ്റ്റാളേഷൻ ആൻഡ് റെഫ്രിജറേറ്ററിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഇതും താൽക്കാലിക നിയമനമാണ്. പരമാവധി 179 ദിവസത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ 12 വേക്കൻസിയാണുള്ളത്. ജനറൽ കാൻഡിഡേറ്റ്സിന് 6, OBC 3, SC 2, EWS 1. സാലറി ലഭിക്കുന്നത് 19,000 രൂപയാണ്. ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സ് വരെയാണ്. മോഡ് ഓഫ് സെലക്ഷൻ വരുന്നത് റിട്ടേൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റുമാണ് ഉണ്ടാവുക. ഇൻ്റർവ്യൂ വഴിയാണ് സെലക്ഷൻ നടത്തുന്നത്. ഇൻ്റർവ്യൂ നടക്കുന്നത് 9/11/2021 രാവിലെ 10:30 മുതലായിരിക്കും. റിപ്പോർട്ട് ചെയ്യേണ്ട സമയം രാവിലെ 9 മണിക്കാണ്. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂ സമയത്ത് ബയോഡേറ്റയും ഏജ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലും അറ്റസ്റ്റഡ് കോപ്പീസും കൊണ്ടുപോവേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വന്നിരിക്കുന്ന ജോലി ഒഴിവുകൾ. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കുക. അടുത്തത് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്റർ എന്നിവിടങ്ങളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ അക്കൗണ്ടൻറ്റ്, ക്യാഷ്യർ പോസ്റ്റിലേക്കുള്ള നിയമനം നടത്തുന്നുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് സെലക്ഷൻ നടത്തുക. നവംബർ 8, 9 തീയതികളിലായിട്ട് താലൂക്ക് ആശുപത്രി ഹാളിൽ വെച്ചിട്ടായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടാവുക. കോവിഡ് ബ്രിഗേഡിൽ ജോലി ചെയ്തിട്ടുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. ഒരു വേക്കൻസിയാണുള്ളത്. ഇൻ്റർവ്യൂ നടക്കുന്നത് നവംബർ 8 രാവിലെ 10 മണി മുതലാണ്. ഇതിൻ്റെ യോഗ്യത വരുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമാണ്.
കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അടുത്തത് ക്ലീനിങ് സ്റ്റാഫ് പോസ്റ്റാണ്. ടോട്ടൽ 3 വേക്കൻസിയാണുള്ളത്. ഇൻ്റർവ്യൂ നടക്കുന്നത് നവംബർ 8 2 മണി മുതലാണ്. ഇതിൻ്റെ യോഗ്യത വരുന്നത് 8ാം ക്ലാസ് പാസ്സായിരിക്കണം. അടുത്തത് സ്റ്റാഫ് നഴ്സ് പോസ്റ്റാണ്. ടോട്ടൽ 6 വേക്കൻസിയാണുള്ളത്. ഇൻ്റർവ്യൂ നടക്കുന്നത് നവംബർ 9 10 മണി മുതലാണ്. യോഗ്യത BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് ആണ്. കൂടാതെ കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനും പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. 6 മാസമെങ്കിലും ജോലി ചെയ്യുന്നതാണെന്നുള്ള ബോണ്ടും വെക്കേണ്ടതാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയും അസൽ യോഗ്യതാ പത്രങ്ങളും അവയുടെ ഒരു പകർപ്പും ഒരു ഫോട്ടോയും ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഹാജരാക്കേണ്ടതാണ്. HMC നിശ്ചയിക്കുന്ന വേതനം നൽകുന്നതായിരിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്നവർ 200 രൂപ മുദ്രപത്രത്തിൽ കരാർ ഒപ്പിടണം. കൂടുതൽ വിവരങ്ങൾക്ക് കട്ടപ്പന താലൂക്ക് ആശുപത്രിയുമായിട്ട് ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0486825111. അപ്പോൾ ഇത്രയും ജോബ് വേക്കൻസിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ക്വാളിഫിക്കേഷൻസ് ഒക്കെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.